ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു റിവ്യൂ റേഞ്ചർ. അങ്ങനെ 2025 ഫസ്റ്റ് സിനിമ, അത് നമ്മുടെ മലയാളത്തിൽ നിന്ന് ടൊവിനോ സ്റ്റാറായിട്ട് വന്ന ഐഡന്റിറ്റി തന്നെ ഫസ്റ്റ് ഡേ പോയി കണ്ടിട്ട് വന്നിരിക്കുകയാണ് ഫ്രണ്ട്സ്. നമ്മുടെ ഇരട്ട സംവിധായകർ, അതായത് ഫോറൻസിക് എടുത്ത ടീമാണ് ഈ ഒരു സിനിമ ചെയ്തത്. അപ്പോൾ ഫോറൻസിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു സിനിമയൊന്നുമല്ല, പക്ഷേ മലയാളത്തിൽ അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡുള്ള ഒരു വർക്കായിട്ടാണ് തോന്നിയത്. കണ്ടിരിക്കാൻ നല്ല രീതിയിൽ തന്നെ എൻജോയ് ചെയ്യാൻ ഒരു ക്വാളിറ്റി ഉണ്ടായിരുന്നു. പക്ഷേ ഈ സിനിമ, മാർക്ക് മൈ വേർഡ്സ്, ഇവരുടെ സിനിമ എല്ലാവരും നോക്കി വെച്ചോ. ഒരു പ്രതീക്ഷയില്ലാണ്ടാണ് ഞാൻ പോയത് ഈ സിനിമ കാണാൻ വേണ്ടി. ഞാനൊരു 2 റിവ്യൂ എവിടെയോ കേട്ടു, കൊള്ളാം, നല്ലതായിട്ടുണ്ട് എന്തോ പറയുന്നത്. അപ്പം തന്നെ ഞാൻ ക്ലോസ് ചെയ്തു. ഞാൻ വിചാരിച്ചു ഇനി റിവ്യൂവും ഒന്നും കേൾക്കാതെ നമുക്ക് പോയിട്ട് എക്സ്പീരിയൻസ് ചെയ്യാന്ന്. എൻ്റെ എക്സ്പീരിയൻസ് ആണ് എനിക്ക് ഷെയർ ചെയ്യേണ്ടത്. ബ്ലൂ മൈ മൈൻഡ്. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ഇതുപോലൊരു സിനിമ നമ്മുടെ ഇന്ത്യയിൽ നിന്ന് കാണാൻ പറ്റുന്ന ടോപ്പ് നോച്ച് ടൈലർ മെയ്ഡ് പെർഫെക്ഷനിസ്റ്റ് ഡയറക്ഷൻ, അങ്ങനെ വേണം പറയാൻ വേണ്ടിയിട്ട്. ഓരോ ക്വാളിറ്റി ഓഫ് ഫ്രെയിംസ്, ക്വാളിറ്റി ഓഫ് ഷോട്ട്, കളർ ടോണിങ്, ഓരോ ക്യാരക്ടേഴ്സിന് കൊടുത്തിരിക്കുന്ന ഒരു ആർക്ക് ടോപ്പ് നോച്ച്. ഈ ഡയറക്ടേഴ്സ് ഈ സിനിമയുടെ ഓരോ സെക്കൻഡ് പോലും വെറുതെ വെച്ചിട്ടില്ല. അതായത് അത്രയും പെർഫെക്റ്റ് ആയിട്ട് ഓരോ സെക്കൻഡിൽ കൂടി അവരുടെ ഒരു കണ്ണെത്താതെ പോയിട്ടില്ല എന്ന് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. പിച്ച് പെർഫെക്റ്റ് ഡയറക്ഷൻ, ഡയറക്ടേഴ്സ് തന്നെയാണ് ഇതിലത്തെ അത്രയും വൺ ടീം എന്ന് പറയേണ്ടി വരും. അതുപോലെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ സിനിമ ഒരു ചെറിയ സിനിമയൊന്നുമല്ല. ഏകദേശം 2.25 മണിക്കൂറോ 2 മണിക്കൂർ 40 മിനിറ്റോ മറ്റേ ഈ സിനിമ ഉണ്ട്. ഇത്രയും ദൈർഘ്യമുള്ളൊരു സിനിമ എൻ്റെ അടുത്ത കാലത്തൊന്നും ഞാനൊരു സിനിമ, ഇത്രയും വലിയൊരു സിനിമ ബോറടിക്കാണ്ട് കണ്ടിട്ടില്ല. ഏതെങ്കിലും ഒരു ഡിപ്പിംഗ് പോയിന്റ്സ് എല്ലാ സിനിമക്കും, നല്ല സിനിമകളാണെന്ന് ഞാൻ കഴിഞ്ഞ വർഷം പറഞ്ഞിരിക്കുന്ന സിനിമകളിൽ പോലും ഡിപ്പിംഗ് പോയിന്റ്സ് എല്ലാ സിനിമക്കും ഉണ്ട്, അതേപോലെ ഹൈയും ഉണ്ടാവും. പക്ഷെ ഈ ഒരു സിനിമ ഒരൊറ്റ ഒരു ലെങ്ത് ഇങ്ങനെ വേവ്, എന്താ പറയുക, ഗ്രാഫ് അങ്ങ് ഉയർന്ന് പോയിക്കൊണ്ടിരിക്കുക. ഒരു സ്ഥലത്ത് കൂടി ഡിപ്പായിട്ട് ഒരു ടൈം നോക്കണം, ഇതെപ്പം ഒന്ന് തീർന്നു കിട്ടും എന്നുള്ളൊരു ചിന്ത കൂടി വന്നിട്ടില്ല. അതുപോലെ എക്സൈറ്റിംഗ് ആയിരുന്നു സിനിമ. അതായത് ഇൻ്റർവെല്ലൊന്നും പോയത് ഞാൻ അറിഞ്ഞിട്ടില്ല, എത്ര വേഗം ഇൻ്റർവെൽ പോയത്. അതിന് അതേ ഒരു ആൻറ്റിസിപ്പേഷനോട് കൂടി തന്നെയാണ് സെക്കൻഡ് ഹാഫും കാണാനിരുന്നത്. ടോപ്പ് നോച്ച്. ഇതിൽ ഞാൻ സ്റ്റണ്ടായി പോയിട്ടുള്ളൊരു സാധനമുണ്ട്. ഇന്ത്യൻ സിനിമയിൽ ഇത്രയും നല്ലൊരു കാർ ചേസ് ആ സിനിമ കണ്ടിട്ടുള്ളവർക്കാണെങ്കിൽ കത്തും. ഇത്രയും ക്ലാസിക് ആയിട്ട് ഒരു ഹോളിവുഡ് മൂവിയുടെ ലെവലിൽ ചെയ്തിരിക്കുന്ന ഒരു കാർ ചേസ് ഇന്ത്യൻ സിനിമയിൽ ഞാൻ സത്യം പറഞ്ഞാൽ കണ്ടിട്ടില്ല. ഓവർ ഡ്രമാറ്റിക് ആയിട്ട് ഒരു 15 കാറും കുറെ കാർ ഇങ്ങനെ വന്ന് കുത്തി മറിയുന്നതും ഒരു ഹെലികോപ്റ്ററും ഇതൊക്കെ വന്നിട്ടുള്ള സംഭവങ്ങൾ നമ്മൾ ഇഷ്ടം പോലെ കണ്ടിട്ട്, പക്ഷെ ക്ലാസിക് ആയിട്ടുള്ള ഒരു കാർ ചേസ്, ഇത്രയും എന്താ പറയുക എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു കാർ ചേസ് ഇന്ത്യൻ സിനിമയിൽ അടുത്ത കാലത്തൊന്നും തിയേറ്ററിൽ നിന്ന് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ ഉള്ള ഫൈറ്റ്സ്, കാര്യങ്ങൾ ഹാൻഡ് ടു ഹാൻഡ് കോമ്പാക്റ്റ് ആണ്. ഞാൻ എത്രയോ കാലമായിട്ട് ആഗ്രഹിക്കുന്നതാണ് ഒരു ക്ലാസിക് വേർഷൻ ഓഫ് ഫൈറ്റ്. അത് ടൊവിനോയുടെ ഫിസിക്കും പുള്ളി ഏത് കഥാപാത്രത്തിലിടുന്ന ഒരു ഹാർഡ് വർക്കൊക്കെ നമുക്കറിയാം. അതിന് 100% കൊടുത്തിട്ട് പുള്ളി ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യാൻ വന്നിട്ടുള്ള അപ്പുറത്തുള്ള ഫൈറ്റേഴ്സ് ആയിക്കോട്ടെ, അമ്മാതിരി ലെവൽ, ആ പഞ്ച്, ആ പവർ, ആ ഹാൻഡ് ടു ഹാൻഡ് കോമ്പാക്ട് ടൈറ്റ് ഫ്രെയിംസിൽ കാണാനുള്ള ഒരു സുഖം, അതൊന്ന് വേറെ തന്നെയാണ്. അവിടെയും ഒരു ഹോളിവുഡ് ടച്ച് അവർക്ക് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്. നോക്കിക്കോ, ഇന്ത്യൻ സിനിമയിൽ തന്നെ മലയാളം സിനിമ പുതിയ വർഷത്തിൽ എടുത്തു വെച്ചിരിക്കുകയാണ്. ഇപ്പം തന്നെ എല്ലാവർക്കും കണ്ട് എമേസ്ഡ് ആവാൻ വേണ്ടിയിട്ടുള്ള ഒരു വർക്ക് എന്ന് നമുക്ക് പറയാം. കഴിഞ്ഞ വർഷം തന്നെ ടോപ്പ് 10 മൂവീസ് എടുത്തു കഴിഞ്ഞാൽ അതിൽ ടോപ്പ് 10ഉം സത്യം പറഞ്ഞാൽ മലയാളം സിനിമക്ക് കൊടുക്കാനുള്ള കപ്പാസിറ്റി ഉള്ള സിനിമകൾ മലയാളത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. എന്നാലും ഒരു ടോപ്പ് 6, ടോപ്പ് 7, ഒരു 5-6 മലയാളം സിനിമ കഴിഞ്ഞ വർഷത്തെ ലിസ്റ്റിൽ വന്നിട്ടുണ്ട്. ആദ്യത്തെ ബ്ലോക്ക് ബസ്റ്റർ ലോഡിങ് ഓഫ് 2025 ഫസ്റ്റ് തന്നെ ടൊവിനോ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഈ സിനിമ തിയേറ്ററിൽ നിന്ന് എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ലെങ്കിൽ ഒരിക്കലും ഇതുപോലൊരു എക്സ്പീരിയൻസ് നിങ്ങൾ ടി വിയിൽ ഇരുന്നിട്ടോ ഹോം തിയേറ്ററിൽ ഇരുന്ന് കണ്ടാലും വരെ കിട്ടാൻ സാധ്യതയില്ല. ആ തിയേറ്ററിൻ്റെ ഫുൾ ഓൺ ആ സൗണ്ട് സിസ്റ്റം, ആ ഡോൾബി സൗണ്ട് സിസ്റ്റത്തിൽ ആ അത്രയും വലിയ സ്ക്രീനിൻ്റെ മുമ്പിൽ ഇരുന്ന് കാണുന്ന ഒരു ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞാൽ ഒന്ന് പറയാം. ക്ലാസിക് ത്രില്ലർ, ക്ലാസിക് ഫിലിം മേക്കിംഗ്, സ്റ്റൈലിഷ് ഫിലിം മേക്കിംഗ്, ഹോളിവുഡ് ലെവൽ. ഇതാണ് എനിക്ക് സിനിമയെ കൊണ്ട് പറയാനുള്ളത്. എനിക്ക് ഒരു നെഗറ്റീവ് ഇതിനെ കൊണ്ട് പറയാനില്ല. പറഞ്ഞാൽ മോശമായി പോകും. കാരണം ഇതിൻ്റെ അപ്പുറത്തേക്ക് ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് കഷ്ടമാണ്. നല്ല പണിയെടുത്ത് എന്ന് പറഞ്ഞാൽ അമ്മാതിരി ലെവൽ ഒരു സെക്കൻഡ് കൂടി മോശമായിട്ട് നമുക്ക് കാണാനില്ല. അതുപോലെ തന്നെ ജെയ്ക്സ് ബിജോയാണ് ഇതിൻ്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത്. ബാക്ക്ഗ്രൗണ്ട് സ്കോർ കിടിലിനായിട്ട് ചെയ്തിട്ടുണ്ട്.
ജെയ്ക്സ് ബിജോയിനെ കൊണ്ട് നമുക്ക് പറയേണ്ട ആവശ്യമില്ല. ആ അമ്മാതിരി കത്തിക്കുന്ന മനുഷ്യനാണ്. ക്ലാസിക്കായിട്ട് വെറുതെ ഇട്ട് ശല്യപ്പെടുത്തുന്ന പോലെയുള്ള BGM അല്ല, ആവശ്യത്തിന് നല്ല കിഡിലൻ ലെവൽ സാധനം, ഇന്റർനാഷണൽ സാധനം. സിനിമ കണ്ടിട്ടില്ലാത്ത ആൾക്കാരാണെങ്കിൽ പോയിട്ട് കാണും. നമ്മൾ ഈ സിനിമയെ റേറ്റ് ചെയ്യുന്നതാണെങ്കിൽ ഈ വർഷം തൊട്ട് ഞാൻ റേറ്റ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഇന്ത്യൻ സിനിമ സ്റ്റാൻഡേർഡ് വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു 9 out of 10 ആണ് ഞാൻ ഈ സിനിമക്ക് റേറ്റ് ചെയ്യുന്നത്. സോ ഈ സിനിമ കണ്ടിട്ടില്ലാത്ത ആൾക്കാർ കാണൂ. കണ്ടവരുണ്ടെങ്കിൽ കമൻറ്റ് ഓൺ ബിലോ. ഈ വർഷം നമ്മൾ എല്ലാ ആഴ്ചയും പുതുപുത്തൻ സിനിമകൾ കണ്ടിട്ട് റിവ്യൂ ഇടുന്നതാണ്. അതുപോലെ തന്നെ എൻ്റെ റിവ്യൂസിൻ്റെ ഒരു ലൈൻ എന്താണെന്ന് നിങ്ങൾക്ക് മുമ്പേ ഉള്ള സിനിമാസിൻ്റെ കുറച്ച് സംഭവങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. നമ്മൾ എങ്ങനത്തെ ഒരു രീതിയിൽ, എങ്ങനത്തെ ഒരു വ്യൂ പോയിന്റിലാണ് സിനിമയെ നിരീക്ഷിക്കുന്നതെന്ന് ഉള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവും, എത്ര ഡിഫറെൻ്റ് ആയിട്ടാണെന്ന്. അപ്പോൾ അതുപോലെയുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള യുണീക്ക് ആയിട്ടുള്ള പിൻ പോയിന്റ് അക്യുറസിയിലുള്ള റിവ്യൂസ് നിങ്ങൾക്ക് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ടു ദ ചാനൽ. വിൽ കം വിത്ത് അനദർ വീഡിയോ നെക്സ്റ്റ് ടൈം. ഹാവ് എ ബ്ലാസ്റ്റ്. ഗോ വാച്ച് ദിസ് മൂവീസ് ഇൻ തിയേറ്റർ. സച്ച് എൻ അമേസിംഗ് എക്സ്പീരിയൻസ്.